തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ല എന്ന് പോലീസ്. തൃശൂരിൽ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട ടി.എൻ. പ്രതാപനാണ് പോലീസിൽ പരാതി നൽകിയത്. സുരേഷ് ഗോപി തൃശൂരിലേക്ക് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് മാറ്റിയത് അത് വ്യാജരേഖ ചമച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ സത്യവാങ്മൂലം ഒക്കെ തന്നെ നൽകിയത് വ്യാജ സത്യവാങ്മൂലമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ടി.എൻ. പ്രതാപന്റെ പരാതിയിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരുന്നത്. എന്നാൽ പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം പോലീസ് ഇപ്പോൾ കേസെടുക്കാനാകില്ല എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ നിലപാട് ടി.എൻ. പ്രതാപനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു കേസിൽ ഈ ടി.എൻ. പ്രതാപൻ ഉന്നയിച്ചിരുന്ന കാര്യങ്ങളൊന്നും തന്നെ തെളിയിക്കത്തക്ക രീതിക്കുള്ള യാതൊരു വിധത്തിലുള്ള രേഖകളോ തെളിവുകളോ ഒന്നും തന്നെ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകാത്ത ഒരു സാഹചര്യത്തിൽ പോലീസിന് ഇത് സംബന്ധിച്ച് കേസെടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് അത് പോലീസിന് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളൊരു നിലപാടാണ് പോലീസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ടി.എൻ. പ്രതാപനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കോടതിയിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ സുരേഷ് ഗോപിക്കെതിരായുള്ള ഒരു പരാതി ഇനി നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം.